നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. വേൾഡ് കപ്പിൻ്റെ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾ അവസാനിച്ചല്ലോ. ഗ്രൂപ്പ് സ്റ്റേജിൽ നമ്മൾ കണ്ടിരിക്കേണ്ട 10 മത്സരങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു വീഡിയോ നേരത്തെ ചെയ്തിരുന്നു. ആ കളികളൊക്കെ തീപ്പൊരി കളികളായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. വീണ്ടും ഇതാ നമ്മൾ റൗണ്ട് ഓഫ് 32 കണ്ടിരിക്കേണ്ട 5 പ്രധാനപ്പെട്ട മത്സരങ്ങൾ, നിർബന്ധമായും കണ്ടിരിക്കേണ്ട 5 കളികൾ. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ടീമിൻ്റെ ഫാനാണെങ്കിൽ അവരുടെ കളി എന്തായാലും കാണും. ഇപ്പോൾ അർജൻറ്റീനയുടെ ഫാനാണെങ്കിൽ അർജൻറ്റീനയുടെ കളി മുഴുവൻ കാണും. പോർച്ചുഗലിൻ്റെ ഫാനാണെങ്കിൽ അത് കാണും. ബ്രസീലാണെങ്കിൽ അത്, അങ്ങനെ ജർമ്മനി ആണെങ്കിൽ അത് നമ്മൾ കാണുമല്ലോ. അതല്ലാതെ ജനറലായിട്ട് ഫുട്ബോൾ ഫാൻസ് നിർബന്ധമായും കണ്ടിരിക്കേണ്ട വേൾഡ് കപ്പ് റൗണ്ട് ഓഫ് 32 5 മത്സരങ്ങളാണ് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നല്ല കോമ്പറ്റീഷൻസ് ഉണ്ടാവുന്ന കളികളാണ്. നോക്കാം നമുക്ക് അത് ഏതൊക്കെയാണ് എന്നുള്ളത്. ഒന്ന്, നിർബന്ധമായിട്ട് നിങ്ങൾ മിസ് ചെയ്യരുത് എന്ന് പറയുന്ന കളി, ഒന്ന് നെതർലൻഡ്സ് വേഴ്സസ് മൊറോക്കോ പോരാട്ടമാണ്. റൗണ്ട് ഓഫ് 32 ഏറ്റവും ക്ലാസിക് പോരാട്ടം അതായിരിക്കും. 2 കിടിലൻ ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന പോരാട്ടം. വേൾഡ് റാങ്കിങ്ങിൽ തലപ്പത്ത് നിൽക്കുന്ന ടീമുകളുടെ കൂട്ടത്തിൽപ്പെടുന്നവരാണ്. സോ നെതർലൻഡ്സ് വേഴ്സസ് മൊറോക്കോ പോരാട്ടം കിടിലനായിരിക്കും. ആ കളിയുടെ സമയം ജൂൺ 30 രാവിലെ ഇന്ത്യൻ സമയം 6:30. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളത്, ബ്രസീലിൻ്റെ ഗ്രൂപ്പിൽ മൊറോക്കോ ബ്രസീലിനെതിരെ മികച്ച പോരാട്ടം നടത്തി. അതിനുശേഷമുള്ള 2 കളികൾ അവർ വിജയിച്ചു. പക്ഷേ ബ്രസീലിനെതിരെ കളിച്ച് അതേ മികവ് പിന്നെ അവർക്ക് നിലനിർത്താൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമാണ്. അതേസമയം നെതർലൻഡ്സ് ആദ്യ കളിയിൽ ജപ്പാനോട് സമനില കുരുങ്ങിയ ശേഷം അടുത്ത 2 കളികളിൽ തീപ്പൊരി കളി കളിച്ച് മികവ് കാണിച്ചിട്ടുള്ള ടീമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു തീവറക്കും പോരാട്ടമായിരിക്കും. മിസ് ചെയ്യല്ലേ. രണ്ടാമത് മിസ് ചെയ്യരുതെന്ന് നമ്മൾ പറയുന്ന കളി മെക്സിക്കോ വേഴ്സസ് ഇക്വഡോർ പോരാട്ടമാണ്. നമ്മൾ നേരത്തെ ഇക്വഡോർ വേഴ്സസ് ജർമ്മനി പോരാട്ടത്തെക്കുറിച്ച് ഗ്രൂപ്പ് സ്റ്റേജിലെ കളികൾ മികച്ച 10 കളികളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നല്ലോ. അതെങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ കളിയായിരുന്നില്ലേ? ഇക്വഡോർ ജർമ്മനിക്ക് പണി കൊടുക്കുന്നത് നമ്മൾ കണ്ടു. അതുപോലെയുള്ള ഒരു പോരാട്ടം മെക്സിക്കോ വേഴ്സസ് ഇക്വഡോർ പോരാട്ടം നമ്മൾ മനസ്സിലാക്കണം. മെക്സിക്കോയെ സംബന്ധിച്ചിടത്തോളം അവർ ആതിഥേയരാണ്. ഗ്രൂപ്പിൽ എല്ലാ കളിയും വിജയിച്ചു വരുന്നവരാണ്. ഇക്വഡോറോ ആദ്യത്തെ 2 കളികളിൽ പ്രതീക്ഷ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റാതെ ഡു ഓർ ഡൈ സിറ്റുവേഷനിൽ ജർമ്മനിയെപ്പോലൊരു ടീമിനെ വീഴ്ത്തിയിട്ട് വരികയാണ്. ഡാർക്ക് ഹോഴ്സസ് ആവുമെന്ന് എല്ലാവരും പറഞ്ഞൊരു ടീം തുടക്കത്തിലെ കാലിഡറുകളിൽ നിന്ന് ശക്തമായിട്ട് തിരിച്ചു വന്നതാണ്. സോ മെക്സിക്കോ വേഴ്സസ് ഇക്വഡോർ മത്സരം നഷ്ടപ്പെടുത്തരുത്. കളി നടക്കുന്നത് ജൂലൈ 1 രാവിലെ ഇന്ത്യൻ സമയം 6:30. മൂന്നാമത് നമ്മൾ പറയുന്ന കളി പോർച്ചുഗൽ വേഴ്സസ് ക്രൊയേഷ്യ പോരാട്ടമാണ്. തീർച്ചയായിട്ടും 2 മികച്ച യൂറോപ്യൻ ടീമുകൾ തമ്മിലുള്ളൊരു പോരാട്ടം. ക്രൊയേഷ്യ അത്ര മികവിലാണോ എന്ന് ചോദിച്ചാൽ ഇംഗ്ലണ്ടിനോടുള്ള പരാജയമൊക്കെ കാണിക്കുന്നത് അത്ര വലിയ മികവിലല്ല എന്നാണ്. പോർച്ചുഗലിൻ്റെയും സ്ഥിതി വ്യത്യസ്തമല്ല. ഏതായാലും പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം മികച്ചൊരു വിജയത്തോടു കൂടി മുന്നോട്ട് പോകുമെന്ന് ആരാധകർ പ്രതീക്ഷിക്കുന്ന ഒരു സമയം കൂടിയാണ്. സോ നിങ്ങൾ നഷ്ടപ്പെടുത്താതെ കണ്ടിരിക്കേണ്ട ഒരു മത്സരമാണ് പോർച്ചുഗൽ വേഴ്സസ് ക്രൊയേഷ്യ മത്സരം. കളി നടക്കുന്നത് ജൂലൈ 3 പുലർച്ചെ ഇന്ത്യൻ സമയം 4:30. അടുത്തതായിട്ട് നിങ്ങൾ നഷ്ടപ്പെടുത്തരുതാത്ത 4ാമത്തെ മത്സരം ബ്രസീൽ വേഴ്സസ് ജപ്പാൻ പോരാട്ടമാണ്. ജപ്പാൻ ഒരു ടീം എന്ന നിലയിൽ കടുത്ത പോരാട്ടം നടത്തുമെന്ന കാര്യത്തിൽ തർക്കമേ വേണ്ട. ആഞ്ചലോട്ടിയുടെ ബ്രസീലാവട്ടെ ഓരോ കളികളിലും ഇവോൾവ് ചെയ്ത് വരുന്നൊരു ടീമാണ്. നല്ലൊരു പോരാട്ടം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. സോ ബ്രസീൽ വേഴ്സസ് ജപ്പാൻ മത്സരം നഷ്ടപ്പെടുത്തരുത്. നാളെ രാത്രി 10:30 കളി. ഈ കൂട്ടത്തിൽ 5ാമതായിട്ട് നമ്മൾ അവതരിപ്പിക്കുന്ന കളി ഐവറി കോസ്റ്റ് വേഴ്സസ് നോർവേ പോരാട്ടമാണ്. ഐവറി കോസ്റ്റ് നമുക്കറിയാലോ, ജർമ്മനിയൊക്കെ വിറപ്പിച്ചിട്ടാണ് വന്നത്. നോർവേ മികച്ച രൂപത്തിൽ എർലിംഗ് ഹാലൻഡിൻ്റെ കീഴിൽ നല്ല രൂപത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിയാ, ഫ്രാൻസിനോട് തോറ്റു. അത് അവരുടെ പ്രമുഖ താരങ്ങളൊക്കെ മാറ്റിക്കൊണ്ടിറങ്ങിയിട്ടുണ്ടായിട്ടുള്ള ഒരു തിരിച്ചടിയാണ്. എനിവേ ഹാലൻഡൊക്കെ വിശ്രമത്തിന് ശേഷം ശക്തമായിട്ടുള്ള പോരാട്ടത്തിനായിട്ട് ഇറങ്ങുന്നു. ഐവറി കോസ്റ്റ് ആഫ്രിക്കൻ കരുത്തുമായിട്ട് പോരാട്ട വീര്യം പുറത്തെടുത്തുകൊണ്ട് തിരിച്ചടിക്കുമ്പോൾ അതൊരു കിടിലൻ മത്സരമായിരിക്കും. ജൂൺ 30 രാത്രി ഇന്ത്യൻ സമയം 10:30 കളി. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നഷ്ടപ്പെടുത്തരുതാത്ത 5 കളികളാണിത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.